ആയി ഒരു കഥ ചൊല്ലട്ടുമാ. ഇപ്പോൾ ഞാൻ വന്നത് ഞങ്ങളൊരു ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി പറയാൻ വേണ്ടി പോകുന്നത് എല്ലാം യാദൃശ്ചികം മാത്രമാണ്. വേറൊന്നും തോന്നരുത്. എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അത് നിങ്ങളെ തോന്നൽ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. ഞങ്ങൾക്കറിയാത്ത ഒരു സ്ഥലത്ത്, ഞങ്ങൾ സംസാരിക്കാത്ത ലാംഗ്വേജ് സംസാരിക്കണ ഒരു സ്ഥലത്ത് ഒരു റെയിൽവേ സ്റ്റേഷന് അവിടെ ഞങ്ങൾ ചെന്നു. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണമല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന്, ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യെസ് അവൈലബിൾ ആണ്, സമയം പറഞ്ഞു, ക്യാഷും പറഞ്ഞു. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ട്രെയിൻ യാത്ര നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം രണ്ട് ലൈനാണ് ഉണ്ടായിരുന്നത്. ഒരു ലൈനിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, ഒരു ലൈനിൽ തീരെ ആൾക്കാരില്ല. അപ്പോൾ ഞങ്ങൾ തീരെ ആൾക്കാരില്ലാത്ത ലൈനിലാണ് പോയത്. അപ്പോൾ എത്ര ആവും ചോദിച്ചു. ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 4 നോട്ടുണ്ട്. അതിൻ്റെ വലിയ 4 നോട്ട്. ശരിക്ക് 1.5 നോട്ടിൻ്റെ 2.5 നോട്ടിൻ്റെ ആവശ്യകതയുള്ളൂ. അപ്പോൾ ഞാൻ 3 നോട്ട് എടുത്ത് കൊടുത്തു അദ്ദേഹത്തിന്. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ തന്നെ അദ്ദേഹം പൈസ എനിക്ക് തിരിച്ചു തന്നു. എന്നിട്ട് ഒരു ഫോമും തന്നു. ഇത് ഫില്ല് ചെയ്യണം, എവിടെ പോകണം, നിങ്ങളെ ഏജ്, പ്രൂഫ് എല്ലാം അതിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ ആ ക്യാഷ് വാങ്ങിക്കാണ്ട് ഞാൻ എൻ്റെ പോക്കറ്റ് കിട്ടും. എന്നിട്ട് ഞങ്ങൾ ഫില്ല് ചെയ്ത് കണ്ട് ആ പോക്കറ്റിൽ നിന്ന് ആ സെയിം എമൗണ്ട് എടുത്തിട്ട് നേരെ അദ്ദേഹത്തിന് കൈ കൊടുത്തു, ആ ഫോമും കൊടുത്തു. ഓൺ ദ സ്പോട്ടിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൽ സെൻറ്ററിൽ വെച്ച നോട്ട് ചെറുതായിപ്പോയി. ഫോർ എക്സാമ്പിൾ 100 രൂപ വെക്കണോടത്ത് ഇതിൽ പെട്ടിക്കണ് 10 രൂപയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആദ്യം കൊടുത്തപ്പോൾ എല്ലാ നോട്ടും ഈ വലിയ നോട്ടുകൾ തന്നെയായിരുന്നു. പക്ഷേ സംഭവിച്ചത് ആ ഓൺ ദ ടൈമിൽ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ തിരുമാറി സംഭവിച്ചു പോയി എന്നർത്ഥം. പക്ഷേ ഞങ്ങൾക്ക് വാദിക്കാമായിരുന്നു. പക്ഷേ അവിടെ ആ ഓഫീസിൽ അല്ലെങ്കിൽ ആ സ്റ്റേഷനിൽ അവിടെ നോക്കിയപ്പോൾ CCTV ക്യാമറ ഒന്നും കാണാനില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കാര്യം നമുക്ക് തെളിയിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് അറിയാത്ത സ്ഥലം, അറിയാത്ത ആൾക്കാർ, എല്ലാം അറിയാത്ത ലാംഗ്വേജ് എല്ലാം. അപ്പോൾ നമ്മൾ പെട്ടുപോയൊരവസ്ഥ. പക്ഷേ നമുക്ക് യാത്ര മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ കയ്യിൽ അവസാനത്തെ ഒരു നോട്ടുണ്ടായിരുന്നു. അതും ഫസ്റ്റ് കൊടുത്ത അതേ നോട്ടിൻ്റെ വാല്യൂ ആയിരുന്നു. അങ്ങനെ ഈ 4 നോട്ടുകളിൽ ആദ്യം 3 നോട്ട് കൊടുത്തു. ആ 3 നോട്ടിൽ ഒരു നോട്ട് ഏറ്റവും ചെറുതായി പോയി എന്ന് പറഞ്ഞു. അങ്ങനെ 4ാമത്തെ നോട്ടും കൊടുത്തിട്ട് ഞങ്ങൾ യാത്ര മുന്നോട്ട് പോയി. അപ്പോൾ പോക്കറ്റടി, പല രീതിയിലുള്ള പോക്കറ്റടി നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. യാത്ര ചെയ്യുമ്പോൾ ക്യാഷൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ നോക്കി ഉപയോഗിക്കുക. കാരണം നമ്മൾ മുമ്പിൽ നിൽക്കുന്ന ആൾ ചിലപ്പോൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കും, വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. പക്ഷേ അവരെ മുമ്പിലായിരിക്കും നമ്മൾ പറ്റിക്കപ്പെടുന്നത്. അപ്പോൾ ആർക്കും ഇതുപോലുള്ള അമ്ലി പറ്റാതിരിക്കട്ടെ. നന്ദി, നമസ്കാരം.